വെൽക്കം ടു ട്രൈഡ്റൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അപ്പ് മൂവ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഇന്ന് മാർക്കറ്റ് മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ തന്നെയായിരിക്കും ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഇറങ്ങാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ലെവല് തന്നെയാണ്. ആ ഒരു ലെവല് ആണ് ഇപ്പോഴത്തെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്ന ഒരു ലെവലാണ്. സോ അവിടെ നിന്നിട്ടൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. അതിനെയും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. അപ്പോ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് മാർക്ക് ചെയ്യാം. അവറിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്യാം. ആദ്യമേ സപ്പോർട്ട് ലെവലിൽ തന്നെ തുടങ്ങാം. ഏറ്റവും താഴത്തെ സപ്പോർട്ട് 64.542 ആൻഡ് 65.714. അടുത്തത് 68.242 ആൻഡ് 66.916. അടുത്തത് 70.894 ആൻഡ് 69.692. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ആണ് 74.934 ആൻഡ് 73.146. അടുത്ത് 77.154 ആൻഡ് 76.106 ആണ് ഉള്ളത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്നൊരു ചെറിയൊരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു സപ്ലൈയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് കുറച്ച് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള 50 മിനിറ്റ്സിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസും നമുക്കൊന്ന് നോക്കാം. 72.514 ആൻഡ് 71.779 ആണുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ ലെവലിലേക്ക്, അതായത് അതിന്റെ തൊട്ട് താഴെയുള്ള ലൈനിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് കൂട്ടി വരച്ച് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ 71.688 ആണ് അതും കൂടി വരുന്ന സമയത്തുള്ളത്. അപ്പോൾ സോ മാർക്കറ്റ് ഒന്ന് ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഒരു നല്ലൊരു കൺഫർമേഷനോട് കൂടിയിട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് 50 മിനിറ്റ്സിന്റെ. അങ്ങനെയാണെങ്കിൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത സ്ട്രോങ് ആയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത് ഇവിടേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ ഒരിക്കൽ കൂടി ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് മുന്നും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിയാൽ ചിലപ്പോൾ ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം. ഇറങ്ങിയതിന് ശേഷമായിരിക്കാം പിന്നെ വീണ്ടും മാർക്കറ്റും അടുത്ത റെസിസ്റ്റൻസ് ലെവലിലേക്ക് സഞ്ചരിക്കുന്നത്. ആ റെസിസ്റ്റൻസ് ലെവൽ സഞ്ചരിച്ച് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് 78ലേക്കൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. 78 ആൻഡ് 79ലേക്കൊക്കെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് എത്തുമെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സെൽ എൻട്രി ഉണ്ട്. ചെറുതാണ്, നമ്മൾ കാര്യമായിട്ട് അത് എക്സ്പെക്ട് ചെയ്യേണ്ട. ഇവിടേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിപ്പിൾ ടൈം. ഇവിടേക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവിടുന്നും ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷേ അടുത്തൊരു കൺഫർമേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈ എൻട്രി നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, അതുപോലെ നേരത്തെ പറഞ്ഞ അതേ സിനാരിയോയിൽ നോക്കാം. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ റീടെസ്റ്റ് നോക്കിയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ കൺഫർമേഷൻ വളരെ കൃത്യമായിട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിച്ചിട്ട് പോകാൻ സാധ്യത കാണുന്നുണ്ട്.
ഇനി ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലെവൽ ഇതാണ്. കഴിഞ്ഞ അനാലിസിസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലെവലാണ്. സോ ഇവിടെ നിന്നും മാർക്കറ്റ് ഒരുപക്ഷെ വന്നതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ഓവറോൾ ഒരു ബുള്ളിഷ് ആണ്. എന്നിരുന്നാലും ചിലപ്പോൾ ഒരു നിൽക്കുന്ന ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു നല്ല സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നുണ്ടാവുക. അപ്പൊ ഇന്ന് സെൽ എൻട്രിക്കും അതുപോലെ തന്നെ ബൈ എൻട്രിക്കും സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.